ാണ് ഒരു ആമയുടെ സ്റ്റാച്ചു കണ്ടില്ലേ. ഇവിടേക്ക് ആമപ്പാറ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ പാറ ആമയുടെ ഒരു ഷേപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കയറി വന്ന ഈ മല നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഈ മല ഒരു ആമയുടെ ഷേപ്പ് താഴെ നിന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആമപ്പാറ എന്ന് പറയുന്നത്. അതിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ആമയുടെ സ്റ്റാച്ചു ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നില്ലേ ഒരു ആമയുടെ ഏകദേശം ഒരു സ്റ്റാച്ചു. ഓക്കെ, വ്യൂ കാണാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും മുകളിൽ കയറി വ്യൂ കാണാൻ ഇവിടെ ഒരു ചെറിയ കോണി ഇതൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് സൈഡിൽ ഇങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം. ഇതെല്ലാമാണ് ഇവിടെ കാണാനുള്ളത്. ചാനൽ എന്നോ തുടങ്ങിയിരിക്കുന്നത്. മാഷാ അല്ലാ അല്ലേ, വല്ലാത്തൊരു സീനല്ലേ, വല്ലാത്തൊരു വൈബാണ് കേട്ടോ. അവിടെ ആമപ്പാറ കോഫി ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്, അവിടെ കയറി നിന്നിട്ട് നമുക്ക് ഒന്നും കൂടി കാണാം. പിന്നെ നമ്മൾ നേരത്തെ കയറിയ പോലെ മലൊക്കെ കയറി എത്തിയതാണല്ലോ ഇവിടെ ട്രക്കിങ് ചെയ്തിട്ട്. ഇവിടെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇതെടുക്ക അതാണ് മറ്റേ ആ പാറിന്റെ ഉള്ളിൽ കൂടെ എന്നെ കൊള്ളൂലേ, എന്നൊക്കെ കൊള്ളു. നോക്കൂ 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 നോക്കൂ, വല്ലാത്തൊരു കാഴ്ച ഉണ്ടത്. ആമപ്പാറ വല്ലാത്തൊരു സീൻ. നമ്മളെ ഫുഡിന് ആമപ്പാറയിലെ ഈ ഇടുക്കിലൂടെ കുട്ടികൾ ഇറങ്ങുകയാണ്. വല്ലാത്തൊരു സീനാണ്. ഇങ്ങനെ പോയിട്ട് ഇടയിലൂടെ എങ്ങനെ പോയിട്ട് നമ്മള് രാമക്കൽമേടിനെക്കാട്ടും ഒന്നും കൂടി ഒരു മല സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ഇത് എടുത്തോളേ, നോക്കൂ, ഇതാണ് ഇവിടുത്തെ പ്രത്യേക. എന്നെ കൊള്ളൂല്ലേ സാർ? നോക്കൂ, ഈ മലയുടെ ഇടുക്കിലൂടെയാണ് ഇവരിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തടിയുള്ളവരൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലും ഇത് വല്ലാത്തൊരു ആംബിയൻസ് ആണ്.